അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി അല്ലാത്ത മറ്റു 7 യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് അറിയായിരിക്കും, ടെക്സസ് A&M എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി. മുമ്പ് നമ്മുടെ എന്താ പറയാ, ഈ ഹമാസ് അതുപോലെ തന്നെ ഇസ്രായേൽ വിഷയത്തിൽ അവരുടെ നയം ഇസ്രായേലിന്റെ കൂടെ ആയിരുന്നുള്ള കാരണത്താൽ അവരുമായുള്ള ബന്ധം ഖത്തർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിലവിൽ അവര് പുതിയ ഇൻടേക്ക് അഡ്മിഷൻ ഒന്നും എടുക്കുന്നില്ല. അപ്പം അതല്ലാത്ത മറ്റു 7 യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അതുകൊണ്ട് സൂചിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ നിന്ന് കാണാൻ സാധിക്കും ജോർജ് ടൗൺ, കാർണേജ് മെലൺ, കോർണൽ, അഹമ്മദ് ബിൻ ഖലീഫ, വിർജീനിയ കോമൺവെൽത്ത്, HEC പാരീസ്, നോർത്ത് വെസ്റ്റേൺ ടെക്സസ്. പിന്നെ അതിൽ കാര്യമായിട്ട് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയാണ്. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് പ്രോഗ്രാം ആയിട്ടുള്ളത് ബാച്ചലർ പ്രോഗ്രാമുള്ളത് BSFs എന്ന് പറയുന്നത്, സയൻസ് ഇൻ ഫോറിൻ സർവീസ്. അതിൽ IR, കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ എക്കണോമിക്സ്, ഇന്റർനാഷണൽ ഹിസ്റ്ററി, ഇത്തരം അവിടെ മെയിൻ പ്രോഗ്രാം ആയിട്ടുള്ളത്. അക്കാഡമിക് റെക്കോർഡ് അതിൽ എത്രത്തോളം മാർക്ക് കൂടുന്നോ അത്രത്തോളമാണ് അവർ സ്റ്റുഡൻസിന് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് IELTS അല്ലെങ്കിൽ ടോഫൽ ഇതിലൊന്ന് വേണം. പിന്നെ ഒരു പേഴ്സണൽ എസ്സേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ SOP പോലത്തെ ഒരു പേഴ്സണൽ എസ്സേ, SOP പോലത്തെ മാസ്റ്റേഴ്സിന്റെ രീതിയിലുള്ള അത്ര വേണമെന്നില്ല, എന്നാലും ഒരു പേഴ്സണൽ എസ്സേ വേണം. അതിന് പറ്റുന്ന റെക്കമെൻഡേഷൻ ആണ് കാര്യമായിട്ട് വേണ്ടത്. പിന്നെ ഇവിടുത്തെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നീഡ് ബേസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പാണ്. അപ്പൊ അതിൽ നമ്മള് എന്താ പറയാ, മറ്റു സാധാ പോലെ തന്നെ CSS എന്ന് പറഞ്ഞുള്ള ഇത്തരം ഇതിനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മെറിറ്റ് ബേസ് ചെയ്തിട്ട് ഖത്തർ ഫൗണ്ടേഷന്റെ മെറിറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഖത്തർ ഫൗണ്ടേഷനിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് കാര്യമായിട്ട് 3.8 GPA നമുക്ക് വേണം. അതുപോലെ അതിൽ കാര്യമായിട്ട് ഫുൾ ട്യൂഷൻ കവറേജ് ഒക്കെ, ടെക്സ്റ്റ് ബുക്കും ഹൗസിംഗ് ഒക്കെ അവര് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് അവർ ഖത്തർ ഫൗണ്ടേഷന് കീഴില് എന്താ പറയാ, ഖത്തർ എഡ്യൂക്കേഷൻ എബോവ് എന്നിട്ടുള്ള ഒരുപാട് NGO ഉണ്ട്. അപ്പോൾ ഇത്തരം NGO കാര്യമായിട്ട് ഇത്തരം സ്കോളർഷിപ്പുകൾ അവർ എന്താ പറയുക ഓഫർ ചെയ്യാറ്. അപ്പോൾ അതിലേക്കാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യാറ്, ഇത്തരം നീഡ് ബേസ് ചെയ്ത സ്റ്റുഡൻസിനെ അവരങ്ങോട്ടാണ് അവര് റെഫർ ചെയ്യാറ്. മറ്റൊന്ന് വെൽ കോർണൽ മെഡിസിൻ യൂണിവേഴ്സിറ്റിയാണ്. ഇത് സിസ്റ്റർ പ്രോഗ്രാം ആയിട്ടുള്ള മെഡിസിൻ പ്രോഗ്രാമാണ് ഇവിടെ ഉള്ളത്. അത് MD പ്രോഗ്രാം ആയിട്ടാണ്, 6 ഇയർ MD പ്രോഗ്രാമാണ്. അപ്പം അതില് കാര്യമായിട്ട് എന്താ പറയുക, ക്ലിനിക്കൽ ട്രെയിനിങ്ങും ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കാര്യം അതിൽ ഏതൊരു സെമസ്റ്റർ എന്താ പറയുക, ഇതിന്റെ മെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഇവർ യാത്ര കൊണ്ടുപോകാറാണ്. ഇതിൽ കാര്യമായിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് ആണ്. ഇതാണ് MCAT അല്ലെങ്കിൽ ഇക്വാലന്റ് എൻട്രൻസ് എക്സാം എന്തെങ്കിലുമൊക്കെ എഴുതണം. അത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിൽ SAT ചെയ്താണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് അവിടെ പോയി അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. കാരണം IELTS-നെക്കാളും അവർ കൂടുതൽ IELTS-ൽ ഇനിയിപ്പം എന്താ പറയാ 7-8 ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ക്യാമ്പസ് ഒന്നും കൂടി എന്ത് ചെയ്യും, IELTS മാത്രം എഴുതിയോണ്ട് ചിലപ്പോൾ അവർ ക്യാമ്പസിന്റെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ചിലപ്പോൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ ശേഷം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ SAT ഉണ്ടെങ്കിൽ ഓക്കെ ആണെന്നാ പറഞ്ഞു. അപ്പം അതൊന്ന് ഫോക്കസ് ചെയ്യാം. പിന്നെ ഇന്റർവ്യൂ ഒന്നുകൂടി തന്നെയാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ ആൻസർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ഇന്റർവ്യൂ വരുന്നതാണ്. അപ്പോഴത്തെ നമ്മളൊരു സുഹൃത്ത് ഫാമിലിയുമായിട്ട് അവിടെ വന്ന സമയത്ത് അന്വേഷിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത്തരം ഡീറ്റെയിൽസ് അവിടെ അറിയാൻ കഴിഞ്ഞത്. ഇതിൽ കാര്യമായിട്ട് ഞാൻ പറഞ്ഞ തന്നെ സ്കോളർഷിപ്പുകളുണ്ട്. ഇതേപോലെ തന്നെ മന്ത്ലി ലിവിംഗ് സ്റ്റേറ്റ്മെന്റും നല്ല അക്കോമഡേഷനും കാര്യങ്ങളും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മെറിറ്റ് ബേസ് ചെയ്തിട്ടാണ് അവര് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതായത് നമ്മൾ മെറിറ്റ് ബേസ് നീഡ് ബേസ് ആണ്. അപ്പം എന്താ പറയുക, ഇത്തരം മെഡിസിൻ പ്രോഗ്രാം ഒക്കെ ആകുമ്പോൾ സ്കോളർഷിപ്പ് ആദ്യം കിട്ടുന്ന ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ആവില്ല. ചിലപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വരും. അതായത് ഓരോ സെമസ്റ്റർ ബേസ് ചെയ്തിട്ട്, കാരണം ഫുള്ള് കൊണ്ട് സ്കോളർഷിപ്പ് കിട്ടിയാൽ തന്നെ അത് ഓരോ സെമസ്റ്ററിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം മാർക്ക്. അപ്പം ആ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്കോളർഷിപ്പ് കട്ടാവും, നമ്മൾ പിന്നെ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പം ആ ലെവലിലാണ് ഇത്തരം പ്രോഗ്രാമുകൾക്ക് അവിടെ പോകുന്നത്. മറ്റൊരു കാർണേജ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കാര്യമായിട്ട് കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇൻഫർമേഷൻ സിസ്റ്റം ഇത്തരം കാര്യങ്ങളാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ AI ഫോക്കസ് ചെയ്തിട്ട് അവർ ഒരുപാട് റിസർച്ചുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട്. അപ്പം ആ മേഖലയിലൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ ഹൈസ്കൂൾ ഡിപ്ലോമ നല്ല മാർക്കുള്ള ഹൈസ്കൂൾ ഡിപ്ലോമ വേണം. SAT അല്ലെങ്കിൽ ACT സ്കോറാണ് കാണിക്കേണ്ടത്. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫഷൻസ് അത് തന്നെ മതിയാവും. പിന്നെ അതുപോലെ ഖത്തർ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് ഖത്തർ ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. മെറിറ്റ് ബേസ് ആയിട്ടുള്ള ഓരോ അവാർഡുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കാഡമിക്കും പിന്നെ അല്ലാത്ത മറ്റു നമ്മുടെ പല ആർട്സ് റിലേറ്റഡ് നമ്മുടെ
കഴിവുള്ളതൊക്കെ നോക്കിയിട്ടാണ് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പിന്നെ മറ്റൊന്ന് നാട്ടുപോകുന്ന ഖലീഫ യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഷോർട്ടാക്കി കാണാം. സിസ്റ്റം സ്റ്റഡീസ്, സിസ്റ്റം എൻവയോൺമെന്റ്, കുറച്ച് പബ്ലിക് പോളിസി, ട്രാൻസ് സ്റ്റഡീസ്, ഇങ്ങനെ ഷോർട്ടാക്കിയാണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതൊക്കെയാണ് ഇവിടെ കൊടുത്തത്. പിന്നെ ഉള്ളത് VCU ഖത്തർ, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി. ഇപ്പം VCU എന്ന് പറഞ്ഞാൽ വിർജീനിയ കോമൺസ് യൂണിവേഴ്സിറ്റി. അവിടെ കാര്യമായിട്ട് ഡിസൈൻ, ഫൈനാൻസ് പ്രോഗ്രാമാണ് കാര്യമായിട്ട് അവിടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം ആയിട്ടുള്ളത്. അതിൽ തന്നെ ഫാഷൻ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അതുപോലെ തന്നെ ആർട്ട് ഹിസ്റ്ററി, ഇങ്ങനെ 4 പ്രോഗ്രാമാണ് കാര്യമായിട്ട് അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നല്ല മാർക്കും ടോഫൽ ഇതൊക്കെ വേണം. ഇതിന് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് വേണം, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. കാരണം ഇതില് നമ്മൾ പറഞ്ഞ ഈ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ് മറ്റേ പോർട്ട്ഫോളിയോ പോലെയുള്ള ചെയ്താൽ തന്നെ അതിൽ നമുക്ക് അതിൽ നമ്മുടെ ആർട്ട് വർക്ക്, ഇപ്പോൾ അതുപോലെ ഫാഷൻ ഡിസൈൻ, ഗ്രാഫിക് ഇന്റീരിയർ ഡിസൈൻ പോലത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പത്തെ വർക്കുകളൊക്കെ നോക്കും. ക്രിയേറ്റീവ് വർക്ക് ആണോ അതൊക്കെ നോക്കിയിട്ട്, അതൊക്കെ എന്താ പറയാ നോക്കിയിട്ടാണ് അവർ സ്റ്റുഡൻസിന് എടുക്കുള്ളൂ. അത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ട് റിലേറ്റഡ് കണ്ടുള്ള ആർട്ട് ഹിസ്റ്ററി ആണെങ്കിൽ മാത്രം. പിന്നെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയാണ് മറ്റൊന്ന്. അവിടെ കാര്യമായിട്ടുള്ളത് ജേർണലിസം, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പോലത്തെ പ്രോഗ്രാമാണ് കാര്യമായിട്ടുള്ളത്. കാര്യമായിട്ട് അവര് ജേർണലിസ്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ. ഇവിടെയും ഇതേപോലെ തന്നെ. പക്ഷേ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേകത IELTS വേണമെന്ന് മാത്രം നിർബന്ധമില്ല, ഡുവലിംഗോ ആയാലും മതി. ഡുവലിംഗോ വെച്ചിട്ടാണെങ്കിലും ഇവിടെ നമുക്ക് IELTSന്റെ പകരം ഡുവലിംഗോ വെക്കാൻ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിക്കാണ്ട് റൈറ്റിംഗ് സാമ്പിൾ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും ഇവിടെയൊക്കെ എന്താ പറയാ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ചില സമയത്ത് നമ്മുടെ മാർക്കുകൾക്ക് അനുസരിച്ച് അവർ പാർഷ്യലായി കണ്ടുള്ള ട്യൂഷൻ വേവർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി സ്റ്റൈപ്പൻഡും സപ്പോർട്ടൊക്കെ നേരത്തെ പറഞ്ഞ തന്നെ ഫുള്ളി ഫണ്ട് സ്കോളർഷിപ്പ് റിലേറ്റഡ് ആണ്. നമ്മുടെ മാർക്കും അതുപോലെ തന്നെ സെമസ്റ്റർ ബേസ് നമ്മുടെ എന്താ പറയാ നമ്മുടെ മാർക്കുള്ളതൊക്കെ നോക്കിയിട്ടാണ് അവർ നോക്കുക. പിന്നെ മറ്റൊന്ന് HEC പാരീസ് ആണ്. അത് ഒന്നും കൂടി ഒരു എഡ്യൂക്കേഷൻ, ബിസിനസ് ലീഡേഴ്സിനുള്ള എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോർ ബിസിനസ് ലീഡേഴ്സ്, MBA റിലേറ്റഡ് പ്രോഗ്രാമാണ്. പക്ഷെ അത് എന്താ പറയാ അന്വേഷിച്ചോ അവിടെ മെറിറ്റ് ബേസ് ചെയ്തിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഖത്തർ എഡ്യൂക്കേഷൻ എബോ എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം NGO റിലേറ്റഡ് ആയിക്കാണ് അവർ എന്ത് ചെയ്യുന്നത്. അത് നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് തന്നെ എന്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് HEC പാരീസ് നോക്കൂല. അപ്പൊ ഇത് ഈ പറഞ്ഞ ഇത്തരം NGOകളാണ് ഈ ക്യാമ്പസിന് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരം ഖത്തർ ഫൗണ്ടേഷൻ മുഖേന കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ് സ്കോളർഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. ക്യാമ്പസ് നേരെ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. അത് പിന്നെ നമ്മുടെ ഓരോ സെമസ്റ്ററുടെയും മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അവർ കാര്യമായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ളത് എന്താ പറയാ ബാച്ചുലർ ഡിഗ്രി നമുക്ക് ഇവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് ഈ HEC പാരീസിലുള്ളത്, MBA റിലേറ്റഡ് ആയി കണ്ടുള്ള. അതിൽ തന്നെ നമുക്ക് നല്ല മിനിമം 5 to 7 വർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം അവിടെ കാര്യമായിട്ട് നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഈ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കാര്യമായിട്ട് പഠിക്കാൻ വരുന്നത്. അവർ ഒരുപാട് ഈ മേഖലയിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് AI എങ്ങനെയൊക്കെ ബാധിക്കും, AI റിലേറ്റഡ് ഒരുപാട് സ്റ്റഡീസ് ഇപ്പം നടന്നു വരുന്നുണ്ട് ഈ മേഖലയിൽ. പിന്നെ ഖത്തർ ഫൗണ്ടേഷന്റെ ഇത്തരം രീതിയിൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ മുമ്പ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഖത്തർ ഫൗണ്ടേഷൻ നേരിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ സ്റ്റുഡൻസിന്റെ സ്വാഭാവികമാണ് കോമ്പറ്റീവ് ആയതുകൊണ്ട് സ്റ്റുഡൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടും, ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിച്ച് എഡ്യൂക്കേഷൻ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ് അവർ, പിന്നെ ഫാമിലി ഇൻകം ഒക്കെ നോക്കിയിട്ടാണ് അവർ ഇത്തരം സ്കോളർഷിപ്പ് അവർ കൊടുക്കുന്നത്. അപ്പോ ഇതാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വേറൊരു സാധനം കൂടി ഷെയർ ചെയ്യാനുണ്ട്.